കഴിഞ്ഞ ദിവസം റിലീസായ ആദ്യ ദിനത്തിൽ 10 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന റിപ്പോർട്ടുകൾ. ആദ്യമായിട്ട് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രം, ഒരു ഹൊറർ ചിത്രം ഇത്രയധികം കളക്ഷൻ നേടുന്ന ഒരു മലയാള ചിത്രമായിട്ട് മാറുമ്പോൾ അതിൻ്റെ എൻ്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ എന്നോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. പേഴ്സണലി എനിക്ക് വലിയ സന്തോഷമുണ്ട് മീറ്റിംഗ് യു ഫ്രം ഭൂതകാലം. അവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു റേഞ്ച്, അല്ലെങ്കിൽ ഒരു സിനിമകൾ ഉണ്ടാകുന്ന ഒരു മാസീവ് ഗ്രോത്ത് ഉണ്ടാകുന്ന ഇത് പേഴ്സണലി ഒരു സന്തോഷമുണ്ട്. ആൻഡ് ഇതിലേക്ക് വരുമ്പോഴേ, എ സർട്ടിഫൈഡ് സിനിമയാണ്, ഫാമിലിക്ക് ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് അത് അതേ രീതിയിൽ തന്നെ വരണമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ള തീരുമാനം? അത് സെൻസർ ചെയ്തപ്പോൾ എ സർട്ടിഫൈഡ് ആയി. അപ്പോൾ പക്ഷേ റൈറ്റിംഗ് ഫേസിൽ നമ്മൾ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. നമ്മൾ സീൻസ് എഴുതി നാച്ചുറലി അത് അങ്ങനെ തന്നെ വന്ന് ലാൻഡായി, എ സർട്ടിഫൈഡ് ഫിലിമായി. പക്ഷേ നമുക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ സീനിൽ കുറച്ച് എക്സ്പ്ലിസിറ്റ് ഇമേജസ് ഒക്കെ ഉണ്ട്, അതൊന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല. സോ അങ്ങനെ റൈറ്റിംഗ് പ്രോസസ്സിലെ വന്നതാണത്. ഏറ്റവും കൂടുതൽ ടോപ്പ് കമൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ സിനിമ കാണാൻ നല്ലത് രാത്രിയാണ്, പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ രാവിലെ ആവണം എന്നുള്ളതാണ്. ആ കമൻറ്റ് വേണമെങ്കിൽ ട്രെൻഡിങ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റ്സ് കാണുന്നുണ്ട്. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ കമൻറ്റ്സ് ചെക്ക് ചെയ്യാറുണ്ടോ? റിലീസിന് ശേഷം ഉണ്ടായ അഭിപ്രായങ്ങൾ നോക്കിയിട്ടുണ്ടോ? നാച്ചുറലി ഞാൻ എല്ലാവരും ചെയ്യുന്ന മാതിരി നമ്മളും കമൻസും എല്ലാം എന്താണ് റെസ്പോൺസ് എന്ന് അറിയാൻ ശ്രമിക്കുമല്ലോ. ഞാൻ കമൻസ് ഒക്കെ വായിക്കാറുണ്ട്, എല്ലാ കമൻസും വായിക്കാം. അല്ല കാണുന്നതൊക്കെ, പിന്നെ ഓരോരുത്തരും ഷെയർ ചെയ്യുന്നതൊക്കെ വായിക്കാറുണ്ട്. വീഡിയോസും കാണും, നിങ്ങളുടെ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. സോ നൈസ്. നേരിട്ട് പറയുകയും ചെയ്തു കേട്ടോ, വീഡിയോ കാണാറുണ്ട്, അതായത് എനിക്ക് പേഴ്സണൽ സന്തോഷം. പക്ഷേ ഇപ്പം പ്രണവിനെ കൊണ്ടുവരുമ്പോഴേ, അപ്പം നമുക്ക് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം കാണുന്ന ഒരു ആക്ടറാണ്. ഹൗ ഡിഡ് യു പിച്ച് ഇറ്റ് ഹിം? എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത്? കാരണം നമ്മൾ ഇതിന് മുമ്പുള്ള ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് എന്നറിയില്ല. പ്രണവിനകത്ത് കഥ ഒരു ഫോം ആയപ്പോൾ നേരെ ചെന്നൈയിൽ പോയി, വീട്ടിൽ പോയി കഥ പറഞ്ഞു. അപ്പോൾ പ്രണവ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു, രസമുണ്ടെന്ന് പറഞ്ഞു, ഒരു ഡാർക്ക് ഷെയ്ഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഓണായി. പിന്നെ റൈറ്റിംഗ് കുറച്ച് 2-3 മാസം റൈറ്റിംഗ് എടുത്തു. അതിലും കൂടുതൽ സമയം എടുത്തു തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് വിത്തിൻ 1 year ടൈം ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു, റിലീസ് ഡേറ്റ് തീരുമാനിച്ചു. അങ്ങനെ പ്രണവ് അക്സെപ്റ്റ് ചെയ്തോണ്ട് പിന്നെ എല്ലാം ബാക്കിയെല്ലാം സ്പീഡപ്പ് ആയി എല്ലാം. പ്രൊഡക്ഷൻ കമ്പനി കൂടെ ഒന്ന് പറയാമോ? കാരണം വൈനോട്ടും നൈറ്റ് ഷിഫ്റ്റും കൂടി വരുന്നതാണല്ലോ. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ആവട്ടെ, അവർ പൂർണ്ണമായും ഹൊറർ സിനിമകൾ മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. സോ അവരുടെ കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? സി ജസ്റ്റ് നോ അബൌട്ട് ഹൊറർ പടങ്ങളുമായിട്ട് വരുമ്പോൾ ആൻഡ് യു ഹൊറർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. Night Shift this is my second collaboration with Night Shift. So very happy to work with the producers Ram and Shashi sir. So very supportive, and we have the same excitement share ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും പ്രൊജക്ട് ബാക്ക് ടു ബാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ it's very happy to work with them again. ഈ ജോണർ ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു, തീരുമാനമില്ല, അങ്ങനെ ഒരു തീരുമാനമില്ല, ഞാൻ മാറില്ല, ഇത് തന്നെയായിരിക്കും. കാരണം ഈ ഒരു 10 വർഷത്തെ സമയത്തിൽ ഒരുപാട് ഹൊറർ കഥകൾ തീരുമാനിച്ചിരുന്നു, ചിന്തിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അറിയാണ്ട് റൗണ്ട് ടേബിളിൽ പറഞ്ഞ അത് ഞാൻ ജസ്റ്റ് എല്ലാവരും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാനും തമാശ രീതിയിൽ പറഞ്ഞാണ്. പക്ഷെ അതെന്റെ ആ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് 10 കൊല്ലം ഞാനിരുന്ന് എഴുതിയെന്നൊക്കെ ആയി. ബട്ട് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഐ ലൈക്ക് ടു ഷിഫ്റ്റ് ജോണർ ഓൾസോ. വേറെയും ഹൊറർ അല്ലാണ്ടെയും കഥ എഴുതാനൊക്കെ താല്പര്യമുണ്ട്, ഞാൻ ചെയ്യും മിക്കവാറും ഡൗൺ ടൈം. ഞാൻ ഇത് ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോഴേക്കും ഒരിക്കലും ഞാൻ ഹൊറർ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും വന്നതല്ല. എൻ്റെ ബാക്ക് ടു ബാക്ക് ഫിലിംസ് വർക്കായി, അത് എല്ലാം ഈ ഒരു സ്പേസിൽ നിൽക്കുന്ന ഫിലിം ആയതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്, അത് വെൽ റിസീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തിങ്കിങ് ടു കണ്ടിന്യൂ ദാറ്റ്. അറ്റ് ദ സെയിം ടൈം വേറെയും കോൺസെപ്റ്റ്സ് എഴുതുന്നുണ്ട്. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് പോവുക. അപ്പം നെക്സ്റ്റ് ഫിലിം എന്താണെന്നുള്ളത് വരുന്നേ ഉള്ളൂ, എന്നും ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല. ഇപ്പൊ നടക്കുന്ന ഒരു ചർച്ച ഞാൻ അത് വെച്ച് പറയാം. ഭൂതകാലം, ഭ്രമയുഗം, ഇതൊക്കെ വെച്ചിട്ട് ഒരു ടൈം ലൈനിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭൂതകാലത്തിന്റെ ക്ലൈമാക്സുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് DSR കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ജസ്റ്റ് ഫാൻ തിയറീസ് മാത്രമായിട്ട് പോവുകയാണ്? അല്ല, അത് ഓഡിയൻസ് ഒരുപാട് പേര് കാണാത്തവരുണ്ടല്ലോ, അവർ കാണട്ടെ, കണ്ടിട്ട് ഞാൻ പറയാം. ഫൈനൽ ക്വസ്റ്റ്യൻ. സംസ്ഥാന ജൂറി ചലച്ചിത്ര പുരസ്കാരം വരെയാണ്. ഭ്രമയുഗം മമ്മൂക്ക ഒരു മെയിൻ കോമ്പറ്റീഷൻ ഫൈനൽ റൗണ്ടിൽ നിൽക്കുകയാണ് കേൾക്കുന്നു. അതിനെപ്പറ്റി ജസ്റ്റ് റെസ്പോൺസ്. I don't know that. It's all left to the committee, jury members, and I know everyone, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നല്ല സെലക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്.
താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം രാഹുൽ ആൻഡ് കീപ് മെസ്മറൈസിങ് us. താങ്ക് യു സോ മച്ച്. അത് തന്നെയാണ്. അപ്പം ആദ്യ ദിവസത്തെ കളക്ഷന് പിന്നാലെ വീണ്ടും വലിയ അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് പോകുന്നു. ബുക്ക് മൈ ഷോയിലൊക്കെ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, പക്ഷേ എനിക്ക് ടൈം ലിമിറ്റ് വളരെ കുറവാണ്. ആൻഡ് ക്യാമറമാൻ ധനേഷിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18.